വെൽക്കം ബാക്ക് ടു എജുബ്ലിറ്റ്സ്. CUET റിലേറ്റഡ് PYQ സീരീസ് അനാലിസിസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് d അപ്പാർട്ട് ഇൻ വാക്വം എക്സേർട്ട് എ ഫോഴ്സ് F ഓൺ ഈച്ച് അതർ. എന്താണ് പറയുന്നത്? അഥവാ രണ്ട് ചാർജുകളുണ്ട്, ഒന്ന് Q1 മറ്റൊന്ന് Q2. അവർ d ഡിസ്റ്റൻസ് അപ്പാർട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നോ ഈച്ച് ഓഫ് ദ ചാർജസ് ഈസ് ഡബിൾഡ്. രണ്ട് ചാർജും Q1 2Q1 ആയി, അതുപോലെ തന്നെ Q2 2Q2 ആയി. അങ്ങനെയാണെങ്കിൽ ടു കീപ് ദ ഫോഴ്സ് അൺചേഞ്ച്ഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ഷുഡ് ബി ചേഞ്ച്ഡ് ടു. അഥവാ അവർക്കിടയിലുള്ള ആദ്യം ഉണ്ടായിരുന്ന അതേ ഫോഴ്സ് തന്നെ നിലനിർത്താൻ, അവർക്കിടയിലുള്ള ഫോഴ്സിൽ ഒരു മാറ്റവും വരാതിരിക്കണമെങ്കിൽ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഡിസ്റ്റൻസ് d ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് എങ്ങനെ കാണാം? അവർക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പറയുന്നു. എങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണുക? F is equal to കൂളംസ് ലോ. എന്താണ് കൂളംസ് ലോ പറയുന്നത്? 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഹോൾ സ്ക്വയർ. അഥവാ അവരുടെ ചാർജ് ഡബിൾ ചെയ്തതിന് ശേഷമുള്ള ഫോഴ്സ് F ഡാഷും Fഉം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ F ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/4πε0 2Q1 2Q2 ഡിവൈഡഡ് ബൈ d ഡാഷ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഫോഴ്സ് ആയിട്ടുള്ള 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള d സ്ക്വയർ. ഇവിടെ നിന്ന് കോൺസ്റ്റൻറ്റുകളായിട്ട് കട്ട് ചെയ്ത് പോകും. Q1 കട്ട് ചെയ്ത് പോകും, Q2 കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ അവസാനം നമുക്ക് ബാക്കിയാകുന്നത് 4/d ഡാഷ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/d സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ d ഡാഷ് ഈസ് ഈക്വൽ ടു √4d സ്ക്വയർ ഈസ് ഈക്വൽ ടു 2d. ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്. എന്താണ് ആൻസർ? സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? ടു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് 2 microfarad ആൻഡ് 3 microfarad ആർ ജോയിൻഡ് ഇൻ സീരീസ് ആൻഡ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി ഓഫ് V വോൾട്ട്. എന്താണ് പറയുന്നത്? രണ്ട് കപ്പാസിറ്ററുകളുണ്ട് അല്ലേ? രണ്ട് കപ്പാസിറ്ററുകളുണ്ട്. ഈ രണ്ട് കപ്പാസിറ്ററുകളും സീരീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സീരീസിൽ ജോയിൻ ചെയ്തിട്ട് ആ കപ്പാസിറ്ററുകളുടെ വേറെ ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് V ആണ്. ഈ കപ്പാസിറ്ററുകളിൽ ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C1 is equal to 2 microfarad ആണ്, C2 is equal to 3 microfarad ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ റിലേഷൻസ് കാണുക? എന്തിൻ്റെ റിലേഷൻസ്? ഈ കപ്പാസിറ്ററുകളുടെ വോൾട്ടേജുകൾ V1 V2 ആണെങ്കിൽ അവരുടെ ആ കപ്പാസിറ്ററുകളിൽ സ്റ്റോർ ചെയ്ത എനർജി U1 U2 ആണെങ്കിൽ അവർക്കിടയിലുള്ള റിലേഷനാണ് കാണേണ്ടത്. എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? സീരീസായി രണ്ട് കപ്പാസിറ്ററുകൾ ജോയിൻ ചെയ്തിട്ട് അതൊരു വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാർജ് Q അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ Q ഈസ് ഈക്വൽ ടു Q എന്താണ്? രണ്ടാളുടെയും ചാർജ് ഈക്വൽ ആണ്. അപ്പോൾ Qൻ്റെ ഇക്വേഷൻ എന്താണ്? Q is equal to CV, കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് എന്താണ്? C1 V1 ഈസ് ഈക്വൽ ടു അടുത്ത കപ്പാസിറ്ററിൻ്റെ ചാർജ് എന്താണ്? C2 V2. അത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ V1/V2 ഈസ് ഈക്വൽ ടു C2/C1 ഈസ് ഈക്വൽ ടു 3/2. 3/2 ആൻസർ ഉണ്ടോ? V1/V2 is equal to 3/2 ആയിട്ട് ആൻസർ ഉണ്ടോ? അതെ, രണ്ട് ആൻസർ ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് ആ രണ്ട് ആൻസറുകൾ? രണ്ട് ആൻസറുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും V1/V2 is equal to 3/2 ആണ്. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? ഇനി നമ്മൾ കാണേണ്ടത് U ആണ്. എന്താണ് U? U is equal to, അഥവാ U എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ½ Q²/C. അഥവാ C1 എന്ന കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത U ഈസ് ഈക്വൽ ടു U1 is equal to ½ Q²/C1 ആൻഡ് സെക്കൻഡ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി ഈസ് ഈക്വൽ ടു U2 ഈസ് ഈക്വൽ ടു ½ Q²/C2.
അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഡിവൈഡ് ചെയ്യാം. u1/u2 = കട്ട് ചെയ്ത് കഴിഞ്ഞാൽ q1 q2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ q2 കട്ട് ചെയ്ത് കഴിഞ്ഞു, ഹാഫും കട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ u1/u2 = c2/c1 = 3/2. അപ്പോൾ v1/v2 u1/u2 എന്താണ്? 3/2 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുകയാണ്. എന്താണ് മൂന്നാമത്തെ ചോദ്യം? Two large plain parallel sheets shown in the figure have two equal but opposite surface charge density +q and -q. എന്താണ് പറയുന്നത്? ഇവൾ തന്നെ നമുക്ക് നോക്കാം. ഈ രണ്ട് പാരലൽ പ്ലേറ്റുകൾ, ലാർജ് പാരലൽ പ്ലേറ്റുകൾ, അതിൽ എന്തുണ്ട്? ഓപ്പോസിറ്റ് ചാർജ് ആണുള്ളത്. അവരുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണ്? +σ -σ. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് ചാർജ് q പ്ലേസ്ഡ് അറ്റ് P1 P2 P3 എക്സ്പീരിയൻസസ് ഫോഴ്സ് എന്താണ്? F1 F2 F3. അപ്പോൾ എന്താണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? F1 0 ആണ്, F2 0 ആണോ, F3 0 ആണോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ F1 ഉണ്ടോ, F1 ഇല്ലേ, അല്ലെങ്കിൽ F1 ≠ 0 ആണോ? ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ എന്താണ് എഫിൻ്റെ ഇക്വേഷൻ? F = QE അല്ലെങ്കിൽ Q × ചാർജ് × ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഈ? അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് × ആ ഇലക്ട്രിക് ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അറിയേണ്ടത്? ഈ P1 P2 P3 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഫോഴ്സ് ഉണ്ടാകും, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ അറിയണം? ഫോഴ്സ് = Q × E. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ σ/2 ε0. അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +σ/ε0, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ -σ/ε0. അഥവാ പോസിറ്റീവ് ചാർജിന് ഔട്ട്വേർഡ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിന് ഇൻവേർഡ് ഡയറക്ഷനിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അഥവാ നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരുന്ന സമയത്ത് പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ, നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അതേ സമയത്ത് -E ഈ ഡയറക്ഷനിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളും ക്യാൻസൽ ചെയ്ത് പോയി ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് 0. അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടുന്ന് നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഇൻവാർഡ് ആയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് അഥവാ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ഉള്ള പാരലൽ പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇതേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിട്ട് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് ഇവിടുത്തെയും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് F1 അതുപോലെ തന്നെ F3 എന്താണ്? 0 ആണ്. F1 F3 0 ആയ എത്ര ഓപ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ? ഈ ഓപ്ഷന് F1 F2 ഇല്ല. F1 F3 0 ആയിട്ടുള്ള ഈ ഓപ്ഷനിൽ 0 ആണ്. അതുപോലെ ഈ ഓപ്ഷനിലും 0 ആണ്. ഇതിൽ 0 അല്ല. ഓക്കെ, ഇതിൽ ≠ 0 ആണ്. അപ്പം നമുക്ക് അറിയേണ്ടത് F2 0 ആണോ ഇല്ല എന്നുള്ളതാണ്. എന്താണ് F2ൻ്റെ സിറ്റുവേഷൻ? F2 എന്ന് പറഞ്ഞാൽ F2ൻ്റെ സിറ്റുവേഷൻ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആദ്യം കാണണം. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. എന്നാൽ നെഗറ്റീവ് ചാർജിൻ്റെ അതും അതേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാൻസൽ ആകുന്നില്ല. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫോഴ്സ് ഉണ്ട്. അവിടെ ഫോഴ്സ് എന്താണ്? ≠ 0 ആണ്. അപ്പോൾ F2 എന്താണ്? ≠ 0. F1 0, F3 0. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ. ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് നാലാമത്തെ ചോദ്യം? 2 ചാർജ്ഡ് മെറ്റാലിക് സ്ഫിയർ വിത്ത് റേഡിയൈ R1 and R2 ആർ ബ്രോട്ട് ഇൻ കോണ്ടാക്ട് ദെൻ സെപ്പറേറ്റഡ്. എന്താണ് പറയുന്നത്? 2 സ്ഫിയറുകളുണ്ട്. 2 സ്ഫിയറുകളുടെയും റേഡിയസ് R1 ആണ്, ഒന്ന് R2 ആണ്. അങ്ങനെ ഇരിക്കെ ഈ 2 സ്ഫിയറുകൾ എന്ത് ചെയ്തു? ഈ 2 സ്ഫിയറുകളും ആദ്യം മുതലേ ചാർജഡ് ആണ്. ഈ 2 സ്ഫിയറുകളെയും കോണ്ടാക്ട് ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കും? ഇവരുടെ രണ്ടാളുടെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവും. എന്താണ് ഒരു സ്ഫിറിക്കൽ ചാർജ്ഡ് സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ? V = Q/4πε0R.
അങ്ങനെയാണെങ്കിൽ രണ്ടാളുടെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആയി കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ഫൈനൽ ചാർജാണ് Q1 Q2 എന്ന് പറയുന്നത്. ഫൈനൽ ചാർജ് Q1 Q2 ആണെങ്കിൽ എന്താണ് ഇവിടുത്തെ Q1ഉം Q2ഉം R1ഉം R2ഉമായിട്ടുള്ള റിലേഷൻ എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ ഫൈനൽ ചാർജുകൾ Q1 Q2 ആണ്. ഫൈനൽ ചാർജുകൾ Q1 Q2 ആണെങ്കിൽ ഫൈനൽ പൊട്ടൻഷ്യൽ ആദ്യമേ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, Q1 by 4 pi epsilon 0 R1 is equal to Q2 by 4 pi epsilon 0 R2. അങ്ങനെയാണെങ്കിൽ 4 pi epsilon 0 കട്ട് ചെയ്ത് പോകും. Q1 by Q2 is equal to R1 by R2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരമുണ്ടോ? ഉണ്ട്. എന്താണ് ഉത്തരം? ഫോർത്ത് ഓപ്ഷൻ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. എന്താണ്? 100 ഓം ഉള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ 200 ഓം ഉള്ള മറ്റൊരു റെസിസ്റ്റർ ഉണ്ട്. കണക്റ്റഡ് ഇൻ സീരീസ് അക്രോസ് എ 20 വോൾട്ട് ബാറ്ററി. ഇനി എന്താ പറയുന്നത്? ദ റീഡിംഗ് ഇൻ എ 200 ohm voltmeter connected across 200 ohm resistance is. അഥവാ ഈ 200 ohm റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ട് ഒരു 200 ohm റെസിസ്റ്റൻസ് ഉള്ള മറ്റൊരു വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വോൾട്ട് മീറ്ററിലെ വോൾട്ടേജ് എത്രയെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ കാണാൻ പറ്റും? സിമ്പിൾ അല്ലേ? വളരെയധികം സിമ്പിളാണ്. നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാണുക, ഈ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടിട്ട് സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കാണുക, കറണ്ട് കൊണ്ട് ഈ ഒരു പാരലൽ റെസിസ്റ്ററിൻ്റെ പാരലായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഈ പാരലൽ സ്ട്രക്ചറിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് ഈ ഒരു കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ആദ്യം ഈ പാരലൽ സിസ്റ്റത്തിൻ്റെ റെസിസ്റ്റൻസ് കാണാം. എന്താണ് ആ പാരലൽ സിസ്റ്റത്തിൻ്റെ R ഇക്വലൻ്റ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു, രണ്ടാളും 200 ആയതുകൊണ്ട് 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 200 പ്ലസ് 200 ഈസ് ഈക്വൽ ടു 400. അപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി 100 ഓം എന്ന് കിട്ടി, 100 ഓംസ്. ഇനി നമുക്ക് അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 100ഉം ഈ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 100ഉം. അപ്പോൾ എത്ര? 200 ഓം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സർക്യൂട്ടിലുള്ള കറണ്ട് കാണണം. സർക്യൂട്ടിലുള്ള കറണ്ട് എത്രയാണ്? I ഈസ് ഈക്വൽ ടു 20 വോൾട്ട് ഡിവൈഡഡ് ബൈ 200 ഓം ഈസ് ഈക്വൽ ടു 0.1 ആംപിയർ. ഈ 0.1 ആംപിയറിനെ ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 100 ഓം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഈ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് കിട്ടും. ആ വോൾട്ടേജാണ് ഈ വോൾട്ടിമീറ്ററിൽ കാണിക്കുക. അപ്പോൾ നമ്മളെ വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IR ആണ്. IR എന്ന് പറഞ്ഞാൽ ഈ 0.1 ആംപിയർ ഇൻറ്റു ഈ കാണുന്ന സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 100 ഓം ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. 10 വോൾട്ട് ആൻസർ ഉണ്ടോ? ഉണ്ടല്ലോ. മൂന്നാമത്തതാണ് ആൻസർ അല്ലേ? മൂന്നാമത്തെ ഓപ്ഷൻ. Okay, now we are discussing sixth question. എന്താണ് sixth question? The current through a 4/3 ohm external resistance connected to a parallel combination of two cell of 2 volt and 1 volt EMF and internal resistance of 1 ohm and 2 ohm respectively. എന്താണ് പറയുന്നത്? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 4/3 ഓം ഉണ്ടായിരുന്നു അല്ലേ? 4/3 ഓം ഉണ്ടായിരുന്നു. ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാരലൽ ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് 2 വോൾട്ട് 1 വോൾട്ട് EMFകളോടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു പാരലൽ കോമ്പിനേഷനാണ് 2 വോൾട്ടിൻ്റെയും 1 വോൾട്ടിൻ്റെയും. ഈ സെല്ല് 2 വോൾട്ടാണ്, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ഓം ആണ്. ഇതെന്താ? ഇത് 1 വോൾട്ടാണ്, ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 2 ഓം ആണ്. ഇത് പാരലലായിട്ട് ആരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ഈ ചോദിക്കുകയാണ് എന്താണ് ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് എന്താണെന്ന് ചോദിക്കുന്നത്. അതെങ്ങനെ കാണുക? എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് പറഞ്ഞാൽ ടോട്ടൽ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടാണ് ചോദിക്കുന്നത്. എങ്ങനെ കാണും? നമുക്ക് ആദ്യം എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ? കറണ്ട് I ഈസ് ഈക്വൽ ടു ഇക്വലൻ്റ് EMF ഇക്വലൻ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഇക്വലൻ്റ് EMF കാണണം. എന്താ ഇക്വലൻ്റ് EMF കാണാനുള്ള ഇക്വേഷൻ? ഈ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് E2 ഡിവൈഡഡ് ബൈ R2 ഡിവൈഡഡ് ബൈ 1 ബൈ R1 പ്ലസ് 1 ബൈ R2. ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഇക്വലൻ്റ് എന്താ? 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ്
1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 ബൈ 1 പ്ലസ് 1 ബൈ 2. എന്താണ് ഉത്തരം? 2 പ്ലസ് ഹാഫ് 2.5, 1 പ്ലസ് ഹാഫ് 1.5. 2.5 ബൈ 1.5 എന്താണ്? 5/3. എന്തുകൊണ്ടാണ് അത് 5/3 ആയത്? അഥവാ 5/3 വോൾട്ട്. അഥവാ 2.5 എന്ന് പറഞ്ഞാൽ 5/2, 1.5 പറഞ്ഞാൽ 3/2. 2 കട്ട് ചെയ്ത് പോയി 5/3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വലൻ്റ് വോൾട്ടേജ് 5/3 വോൾട്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? ടോട്ടൽ റെസിസ്റ്റൻസ് കാണണം. ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? ടോട്ടൽ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ ആദ്യം ഈ കോമ്പിനേഷനിലുള്ള ഈ സെല്ലുകളുടെ ഇന്നർ റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണണം. അതിൻ്റെ കൂടെ ഈ റെസിസ്റ്റൻസ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, സീരീസിലുള്ള ഈ റെസിസ്റ്റൻസ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണാം ഈ സെല്ലുകളുടെ. അപ്പോൾ എന്താണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ്? ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സാധാ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. എന്താണ്? 1 × 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2. എന്താണ്? 2/3. ഈ 2/3യിലേക്ക് R ടോട്ടൽ ഇങ്ങനെ കാണുക? 2/3 പ്ലസ് R ടോട്ടൽ ഈസ് ഈക്വൽ ടു ഈ 2/3യും എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 4/3 കൂടി കൂട്ടണം. 4/3 കൂടി കൂട്ടിയാൽ നമുക്ക് 6/3 എന്ന് കിട്ടും. 6/3 ഈസ് ഈക്വൽ ടു 2 ഓം. ഇനി നമുക്ക് കറണ്ട് പാസിംഗ് ത്രൂ ദ സർക്യൂട്ട് കാണാം. I is equal to ഇക്വലൻ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇക്വലൻ്റ് EMF ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇക്വലൻ്റ് EMF 5/3 ഡിവൈഡഡ് ബൈ 2 is equal to 5/6. 5/6 ആംപിയർ. 5/6 എന്നുള്ള ആൻസർ ഉണ്ടോ? യെസ്, ഫോർത്ത് ഓപ്ഷൻ.